സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 75 5 മുതൽ 7 വരെ. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്. കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാവുന്നു. അവിടുന്ന് ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ രഹസ്യം പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഈ ഭൂമിയിൽ ഒരു ഉയർച്ച, ഒരു വളർച്ച, ഒരു അഭിവൃദ്ധി ഇത് ആഗ്രഹിക്കാത്തതായി ആരും തന്നെ ഉണ്ടാകുകയില്ല. ഞാൻ നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകലജാതി ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്. മാത്രമല്ല, ആ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ വച്ച് അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. നാമെല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മീയമായും ഭൗതികമായും നാം ഉയരണമെന്നാണ്, നാം വളരണമെന്നാണ്, നാം അഭിവൃദ്ധി പ്രാപിക്കണം എന്നാണ്. എന്നാൽ ഇത് സാധ്യമായി തീരുന്നത് എങ്ങനെ? നമ്മുടെ സ്വന്തം കഴിവിനാൽ, നമ്മുടെ സ്വന്തം ബുദ്ധിയാൽ, നമ്മുടെ സ്വന്തം ജ്ഞാനത്താൽ, നമ്മുടെ സ്വന്തം ശക്തിയാൽ, അഥവാ നമ്മുടെ സ്വപരിശ്രമത്താൽ, പ്രയത്നത്താൽ ഇത് സാധ്യമായി തീരുമോ? ഒരിക്കലുമില്ല. സത്യവേദ പുസ്തകത്തിൽ സർവശക്തനായ ദൈവം പറയുന്നു, ആത്മീയമായും ഭൗതികമായും ഉയർച്ച ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ദൈവത്താലാണ്. അതെ, ദൈവത്താൽ മാത്രം. ഇത് ഗ്രഹിച്ചറിഞ്ഞ, ഈ സത്യം തിരിച്ചറിഞ്ഞ ശലോമോൻ രാജാവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. സകലവും, അതെ, അതിൽ എല്ലാ കാര്യവും ഉൾക്കൊള്ളുന്നുണ്ട്. സകലവും എന്ന പദത്തിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം നമുക്ക് ആവശ്യമായിരിക്കുന്നതൊക്കെ ആ സകലവും എന്ന പദത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് തലത്തിലാണ് ഉയർച്ച ആഗ്രഹിക്കുന്നത്? അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നും വടക്കു നിന്നുമല്ല. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഏതൊരു വ്യക്തിയിൽ, ഏതൊരു കമ്പനിയിൽ, ഏതൊരു മനുഷ്യൻ്റെ നന്മ, അഥവാ ഒരു മനുഷ്യൻ്റെ കയ്യാൽ ലഭിക്കുന്ന നന്മയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നുവോ, ഏതെങ്കിലും ഒരു നന്മ, അത് ആത്മീയമാകാം, ഭൗതികമാകാം, വിഭവങ്ങളാകാം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ, നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നോ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ, ചാർച്ചക്കാരിൽ നിന്നോ, സുഹൃത്തുക്കളിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്ന അധികാരികളിൽ നിന്നോ അത് ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ അതങ്ങനെയല്ല ലഭിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകൾ അത് ദൈവത്തിൽ നിന്നാണ്. അത് ദൈവത്തിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. ഒരുപക്ഷെ മനുഷ്യരൊക്കെ നമ്മെ അല്പമായി, ചിലപ്പോഴെങ്കിലും അധികമായും നന്മകൾ നൽകാറുണ്ട്. എന്നാൽ നമുക്ക് നന്മകൾ നൽകുന്ന, വിഭവങ്ങൾ നൽകുന്ന, അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകുന്ന മർത്യൻ്റെ ജീവിതത്തിൽ വളരെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നാം മനുഷ്യരിൽ ആശ്രയിക്കുന്നവരായിട്ടല്ല, നാം ഭൗതികമായും ആത്മീയമായും പ്രാപിക്കുവാനുള്ള നന്മകൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമുക്ക് മാറാം.
123 സങ്കീർത്തനത്തിൽ അവിടെ ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കരങ്ങളിലേക്കും നോക്കുന്ന ഒരു തൊഴിലാളിയുടെ ഒരു ചിത്രം നമുക്കവിടെ കാണാം. അതെ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെ ഉറച്ചിരിക്കും.